2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയമാണ് കോൺഗ്രസ് നേടിയത്. 20-ൽ 18 സീറ്റുകൾ പിടിച്ചെടുക്കാൻ UDF നേതൃത്വത്തിന് സാധിച്ചു. 2019 CPM തെളിയിച്ച കനൽ ശക്തമായി ഊതിക്കെടുത്താനും കോൺഗ്രസിന് സാധിച്ചു. നേട്ടത്തിന്റെ നെറുകയിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിന് അതിന്റെ മധുരം നുകരാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലേറ്റ പരാജയത്തെ തുടർന്ന് തുടങ്ങിയ പോര് ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. വലിയ നാടകീയമായ നീക്കങ്ങൾക്ക് ഒടുവിൽ തൃശൂർ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ ചുമതലയേറ്റിരുന്നു. എന്നാൽ VK ശ്രീകണ്ഠൻ ചുമതല ഏറ്റെടുത്ത ശേഷം പോര് കനക്കുന്ന ലക്ഷണമാണ്. തൃശൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചേരിപ്പോരിനെതിരെ കടുത്ത നിലപാടെടുക്കുമെന്ന് താക്കീത് നൽകുകയാണ് DCC അധ്യക്ഷനായ VK ശ്രീകണ്ഠൻ. പരസ്യപോരിനും പോസ്റ്റർ പതിക്കുന്നതിനും തൃശൂർ ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ K മുരളീധരന്റെ പരാജയത്തിന് ശേഷമാണ് ജില്ലയിൽ കനത്ത വിഭാഗീയത ഉടലെടുത്തത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ K മുരളീധരനെ അനുകൂലിച്ചും നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയും ജില്ലയിൽ വിവിധ ഇടങ്ങളിലായി പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിനു പുറമെ നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും വലിയ ചർച്ചയായിരുന്നു. പ്രതിഷേധങ്ങൾ പോസ്റ്ററുകളുടെ രൂപത്തിൽ DCC ഓഫീസിന്റെ മതിലിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ചുമതലയേറ്റ VK ശ്രീകണ്ഠൻ ജില്ലാ നേതൃത്വത്തിന് കർശന നിർദ്ദേശം നൽകിയത്. പരസ്പരമുള്ള വിഴുപ്പലക്കലിന് കർശന വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ശ്രീകണ്ഠൻ വ്യക്തമാക്കിയിരുന്നു. ഭാരവാഹികളുടെ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു VK ശ്രീകണ്ഠൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. വിവാദങ്ങൾക്കും സംഘർഷങ്ങൾക്കും ഒടുവിൽ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ താൽക്കാലിക അധ്യക്ഷനായി VK ശ്രീകണ്ഠൻ MP ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ജില്ലയിലെ മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങ് നടന്നത്. തൃശൂരിലെ പ്രശ്നങ്ങൾ ഒറ്റക്കെട്ടായി പരിഹരിക്കുമെന്ന് ചുമതലയേറ്റ ശേഷം ശ്രീകണ്ഠൻ പറഞ്ഞതാണ്. മുതിർന്ന നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം DCC ഓഫീസിലെത്തിയാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്ന് കരുതി ഒന്നും അവസാനിക്കുന്നില്ല എന്നും തോൽവികളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും അദ്ദേഹം പറഞ്ഞു. പ്രശ്നങ്ങൾ പരിഹരിച്ച് ജില്ലയിലെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് VK ശ്രീകണ്ഠൻ പറഞ്ഞത്. മുതിർന്ന കോൺഗ്രസ് നേതാവായ തേടമ്പിൽ രാമകൃഷ്ണന്റെ ഒപ്പമാണ് VK ശ്രീകണ്ഠൻ DCC ഓഫീസിലെത്തിയത്. മുൻ അധ്യക്ഷനായ ജോസ് വള്ളൂർ, TN പ്രതാപൻ എന്നിവരും ചടങ്ങിന് എത്തിയിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയായിരുന്നു. അതേസമയം DCC ഓഫീസിന് മുന്നിൽ K മുരളീധരന് അനുകൂലമായ ഫ്ലെക്സ് ബോർഡുകൾ നിരന്തരമായി പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതും കൗതുകമുണർത്തുന്നുണ്ട്. DCC ഓഫീസിന്റെ ഭാഗത്തും നടുവിലാൽ ഭാഗത്തുമാണ് ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്നത്. തൃശൂരിലെ കോൺഗ്രസുകാർ എന്ന പേരിലാണ് ഫ്ലെക്സ് ബോർഡ്. മുരളിയേട്ട മാപ്പ് എന്ന തലക്കെട്ടിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ടാണ് പരാജയപ്പെട്ടതെന്നും പരാമർശം ഉയർന്നിരുന്നു. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ വിവിധ ഇടങ്ങളിലാണ് മുരളീധരന് അനുകൂലമായി ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. കണ്ണൂർ തളിപ്പറമ്പിലെ കോൺഗ്രസ് ഓഫീസിന് സമീപത്തും ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ എന്ന പേരിലായിരുന്നു ബോർഡ്. നയിക്കാൻ നായകൻ വരട്ടെ, നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നാണ് ബോർഡിൽ കുറിച്ചിരുന്നത്. മതേതരത്വത്തിനായി നിലകൊണ്ടതിന്റെ പേരിലാണ് നിങ്ങൾ പോരാട്ടത്തിൽ വെട്ടേറ്റ് വീണതെന്നും ബോർഡിൽ പറഞ്ഞിരുന്നു. തൃശൂരിലെ കനത്ത പരാജയത്തിന് പിന്നാലെ ഇനി മത്സരിക്കാനില്ലെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്നും മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നതാണ്. ജയിക്കാമായിരുന്ന സിറ്റിംഗ് സീറ്റ് വിട്ട് മറ്റൊരു സീറ്റിൽ മത്സരിക്കാൻ പോയത് തന്റെ തെറ്റാണെന്നും K മുരളീധരൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. അടുത്ത ഒരു വർഷത്തേക്ക് പ്രവർത്തനത്തിൽ സജീവമായി ഉണ്ടാകില്ല എന്നും പ്രവർത്തന കേന്ദ്രം ഇനി കേരളമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. കേരളം കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും K മുരളീധരൻ പ്രതികരിച്ചിരുന്നു. തൃശൂരിലെ പരാജയത്തിൽ കോൺഗ്രസിനുള്ളിൽ അമർഷമുയരുമ്പോൾ K മുരളീധരന് പിന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ് ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസുകാരും യുവ നേതാക്കളും. തൃശൂരിലെ വോട്ട് ചോർച്ചയിൽ K മുരളീധരന്റെ അതൃപ്തി കനക്കുമ്പോൾ അനുരഞ്ജനത്തിന് സാധ്യമായ എല്ലാ വഴികളും കോൺഗ്രസ് നേതൃത്വം നോക്കിയിരുന്നു. തൃശൂരിൽ തന്നെ കുരുത്തുകൊടുത്തു എന്ന ചിന്ത K മുരളീധരന് ഉണ്ടാവുകയും തൃശൂരിലെ യൂത്ത് കോൺഗ്രസുകാർ മുരളീധരനെ പിന്നിൽ നിന്ന് കുത്തിയെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായ TN പ്രതാപനും ചേർന്നാണെന്ന് പരസ്യമായി ആരോപിക്കുകയും ചെയ്തതോടെ തൃശൂരിലെ പരാജയം കോൺഗ്രസിൽ എരിയുകയായിരുന്നു. 18 സീറ്റ് വിജയത്തിൽ UDF നിൽക്കുമ്പോഴും അതിന്റെ മധുരം തൃശൂരിലെ 3ാം സ്ഥാനം കെടുത്തുന്നുണ്ട്. BJPക്ക് തൃശൂർ പിടിക്കാൻ അവസരമൊരുക്കിയത് വലിയ വിമർശനങ്ങൾക്ക് പാർട്ടിക്ക് ഉള്ളിലും പുറത്തും കാരണമായിട്ടുണ്ട്. തൃശൂരിലെ കോൺഗ്രസിനുള്ളിലെ കലഹവും ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കില്ല എന്ന മുരളീധരന്റെ പ്രഖ്യാപനവും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. വയനാട് മുന്നിലേക്ക് വെച്ച് മുരളീധരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് KPCC അധ്യക്ഷനും നിയുക്ത കണ്ണൂർ MPയുമായ K സുധാകരന്റെ നീക്കം. കോഴിക്കോട് കൂടിക്കാഴ്ചയ്ക്ക് കളമൊരുങ്ങുമ്പോൾ K മുരളീധരൻ ചില ഉപാധികൾ മുന്നോട്ട് വയ്ക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. AICCക്ക് കണ്ണുള്ള രാഹുൽ ഗാന്ധിയുടെ വയനാട് സീറ്റ് വെറുതെ മോഹിക്കേണ്ട എന്നാണ് ഇപ്പോൾ മുരളീധരനും അനുകൂലികളും ചിന്തിക്കുന്നത്. പകരം പണ്ട് താൻ കൊണ്ടു നടന്ന ഒടുവിൽ കൈമോശം വന്ന KPCC അധ്യക്ഷ സ്ഥാനം തിരിച്ചുപിടിക്കാൻ കിട്ടിയ അവസരമായാണ് മുരളീധരൻ ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്.
ഉപതെരഞ്ഞെടുപ്പ് നടന്നേക്കാവുന്ന വയനാട് സീറ്റ് അനുനയ ഫോർമുലയെ അവതരിപ്പിച്ചാലും ഇത് ഏറ്റെടുക്കില്ല എന്ന് തന്നെയാണ് മുരളീധരന്റെ പക്ഷം. കാരണം വയനാട് ലോക്സഭാ മണ്ഡലം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ കയ്യിലാണെന്നതിനാൽ ഇന്ത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ തിളങ്ങിയ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് അക്കൗണ്ട് തുറക്കാൻ മോഹം തോന്നിയാൽ വയനാട് ഒരു സാധ്യത തന്നെയാണ്. അങ്ങനെയൊന്ന് ഒത്തുവന്നാൽ ഇപ്പോഴത്തെ അനുരഞ്ജനത്തിന് പുറമെ മറ്റൊരു അനുരഞ്ജനവും വരാനുള്ള സാഹചര്യം കണ്ടുകൊണ്ടാണ് വയനാട് വേണ്ട എന്ന നിലപാടിലേക്ക് മുരളീധരൻ പോകുന്നത്. AICC തീരുമാനം വരാൻ സാധ്യതയുണ്ടെന്നിരിക്കെ അതിനെതിരെ വരുന്ന ഒന്നിലും തൽക്കാലം കൈവയ്ക്കാൻ മുരളീധരൻ ഉദ്ദേശിക്കുന്നുമില്ല. KPCC അധ്യക്ഷ സ്ഥാനം നിലവിലത്തെ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ടാൽ ഒരു സാധ്യത നിലവിലെ സമ്മർദ്ദ സമയത്ത് ഉണ്ടെന്ന് കരുണാകരന്റെ പുത്രൻ കരുതുന്നുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പൊതുജീവിതത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അറിയിച്ച മുരളീധരനെ അനുനയിപ്പിച്ച് മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരാൻ വലിയ ഒരു ഒത്തുതീർപ്പിന് പാർട്ടി വഴങ്ങുമെന്ന് ചില മുരളീധരൻ അനുയായികളായ യുവ നേതാക്കളും കരുതുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിനുള്ളിലെ ഈ ചേരിപോരിനൊടുവിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് VK ശ്രീകണ്ഠൻ എത്തുമ്പോൾ അത് മുരളീധരൻ പക്ഷത്തിന് തിരിച്ചടിയാകാനുള്ള സാധ്യത ഏറെയാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന് ഏറ്റെടുക്കേണ്ടി വന്ന വലിയ പരാജയം അതൊരു ആഭ്യന്തര കലഹത്തിലേക്ക് നീങ്ങുന്ന സാധ്യതയെ തള്ളിക്കളയാനും സാധിക്കില്ല.